അമ്മയില്ലാത്തപ്പോ അമ്മയുടെ മുറിയിൽ എന്താ പരിപാടി? ഇവിടെ നിന്നൊരു അമ്മയുടെ ബുക്ക് വായിക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്നോ. ബുക്കാണോ ചെക്കാണോ? ചെക്കോ? ചെക്ക് നമ്മള് ചെസ് കളിച്ചില്ലല്ലോ, ഇയാളുടെ കാര്യം. നിക്ക് എവിടെ പോണത്? അമ്മ ഇല്ലാത്തപ്പോ അമ്മ സൈൻ ചെയ്ത ചെക്ക് ബുക്ക് മോഷ്ടിക്കുന്നു, എന്നിട്ട് കിടന്ന് ഉരുളുന്നു. കൊള്ളാം, ഞാനേ ഇപ്പൊ തന്നെ അമ്മയെ വിളിച്ച് പറഞ്ഞു കൊടുക്കും. സുരഭി ചതിക്കല്ലേ, ശരി വിഷയമാണ്. എന്ത് വിഷയം? സുരഭി, ഞാൻ ഒരാൾക്ക് പൈസ കൊടുക്കാനുണ്ട്. ആ പൈസ ഇന്ന് കൊടുത്തില്ലെങ്കിൽ അവരിവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കും പറയാം. അപ്പൊ രാവിലെ എന്റെ അടുത്ത് പറഞ്ഞ എല്ലാം കള്ളമാണല്ലേ? അപ്പൊ കാശ അങ്ങോട്ടാണ് കൊടുക്കാനുള്ളത്. എടോ, ഒരു 25,000 രൂപ. 25,000 രൂപയാ? ഞാൻ ഇപ്പൊ തന്നെ അമ്മയുടെ അടുത്ത് വിളിച്ചു പറഞ്ഞു. എടോ, ഇയാളിപ്പോ അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താ പ്രയോജനം? അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് പ്രയോജനം? ഒരു ഭർത്താവിനോട് തോന്നുന്ന ചാരിതാർത്ഥ്യം. അയ്യോ, എനിക്ക് ആ ചാരിതാർത്ഥ്യം വേണ്ട. എങ്കിൽ ഇയാള് പറ, ഞാൻ എന്താ ചെയ്യണം? ഞാൻ പറഞ്ഞ എന്തും കേക്കൂ? എന്തും കേക്കും, പക്ഷെ ഈ ചെക്ക് മാത്രം ചോദിക്കരുത്. ഇതിനകത്ത് ആകെ ഞാൻ 25,000 രൂപ എഴുതിയെടുക്കുന്നുള്ളൂ. അത് ഞാൻ മേടിച്ച പാടെ അവർക്ക് കൊടുക്കുക. എന്റെ നിവൃത്തിയുടെ ഉണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അതനുസരിക്കണം. വാ വാ. ഇത് നമ്മുടെ ശിവൻചാട്ടന്റെ കൊച്ചല്ലേടി? ധന്യ നല്ല സുന്ദരിയുണ്ടല്ലേ? നമ്മുടെ അത്രയൊന്നും ഇല്ല. ലൈക്ക് ചെയ്യാം. വേണ്ട, അവൾ അഹങ്കാരിയാ. അതെന്താ? അവളെന്നെ കാണുമ്പോ ചോദിക്കും എന്താ ലൈക്ക് ചെയ്യാൻ? ഞാൻ നീ കണ്ടില്ലെന്നൊക്കെ പറയണം. അയ്യേ, അമ്മയ്ക്ക് എന്താ അഹങ്കാരിയാന്ന് തോന്നാ? അവള് ഇത്രയും അവൾ ഉടുപ്പിട്ടുണ്ട്, അവൾ കിടന്ന് കളിക്കുന്നു. പിന്നെ ഇത്രയുള്ള ഉടുപ്പിട്ടവരൊക്കെ കുട്ടി ഉടുപ്പിട്ടവരൊക്കെ അങ്ങ് അഹങ്കാരികളാവും. പ്രതീക്ഷ എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമോ? സുരഭി, എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു തരില്ലേ? നമുക്കിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോണം. അമ്പലത്തിലോ? ഇന്നോ? ചെക്ക് അമ്പലത്തിൽ നമുക്ക് പോവാം. ഇന്നലെ ഇപ്പൊ എന്നിട്ടേ തിരിച്ചു വരുമ്പോ പോറ്റി ഹോട്ടലിൽ നിന്നേ എനിക്കൊരു മസാല ദോശ വേണം. ഒരെണ്ണം മതിയോ? തീർന്നിട്ടില്ല, ഇനിയും ഉണ്ട്. സുരഭിക്ക് വടയും കൂടെ വേണമായിരിക്കും അല്ലേ? വട അതിന്റെ കൂടെ കിട്ടുമല്ലോ. നമ്മൾ കഴിച്ചിട്ടൊക്കെ തിരിച്ചു വരുമ്പോ നമുക്ക് ലുലു മാളിൽ പോണം. എന്റെ പൊന്നു സുരഭി, ലുലു ട്രിവാൻഡ്രം ലുലു? തിരുവനന്തപുരത്തുള്ള ഞാൻ കൊച്ചി ലുലു ആണെന്ന് ഉദ്ദേശിച്ചത്. കൊച്ചി ലുലു അല്ലല്ലോ, തിരുവനന്തപുരത്തുള്ള ലുലു അല്ലേ? പോണ്ടേ? എന്നാ വാ, എന്റെ പ്രതീക്ഷണം പോയി ഷർട്ടും മുണ്ടൊക്കെ എടുത്ത് റെഡി ആയിട്ട് വാ. അല്ല, മുണ്ടെന്തിനാ? പാനിട്ട പോരെ? ചെക്ക് മുണ്ട് അമ്പലം. ചെല്ല്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.